ഇന്നത്തെ കാലത്ത് കേരളത്തിൽ ഒരു സാധാരണ കുടുംബത്തിന് ഒരു മാസം എത്ര രൂപ വരുമാനം വേണമെന്ന ചോദ്യം ഓരോ മലയാളിയുടെ മനസ്സിൽ ഒരു പ്രധാന ചിന്തയായി മാറിയിട്ടുണ്ട്. ഒരു നല്ല ജീവിതം നയിക്കാൻ ശരിക്കും എത്ര പണം വേണം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിലും സജീവമാണ്. അടുത്തിടെ ഒരു യൂട്യൂബ് വീഡിയോയിൽ വന്ന ചില കണക്കുകൾ ഈ വിഷയത്തിൽ വലിയ സംവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ദാരിദ്ര്യമില്ലാതെയും അതേസമയം അമിത ആഡംബരമില്ലാതെയും ഒരു കുടുംബത്തിന് ജീവിക്കാൻ ആവശ്യമായ പണത്തെക്കുറിച്ചാണ് ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത്. ഈ കണക്കുകൾ ഒരുപക്ഷെ എല്ലാവർക്കും ബാധകമായിരിക്കില്ല. എങ്കിലും കേരളത്തിലെ ശരാശരി കുടുംബത്തിന്റെ സാമ്പത്തിക യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഇത് നമ്മെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു. വീഡിയോയിൽ കേരളത്തിലെ ഒരു ഗ്രാമത്തിലെ 4 അംഗ കുടുംബത്തിന്റെ, അതായത് 2 മാതാപിതാക്കളും 2 സ്കൂൾ കുട്ടികളുമുള്ള കുടുംബത്തിന്റെ പ്രതിമാസ ചെലവുകൾ 3 വ്യത്യസ്ത സാഹചര്യങ്ങളിലായി അവതരിപ്പിക്കുന്നുണ്ട്. ഈ കണക്കുകൾ ഒരു തമാശയായി തോന്നാമെങ്കിലും ചിരിക്കാനും കരയാനും വക നൽകുന്ന ഒരു ജീവിത യാഥാർത്ഥ്യമാണിത്. അരിയുടെ വില കേട്ട് തലകറങ്ങി വീഴുന്ന പച്ചക്കറിക്കടക്കാരന്റെ മുഖം കാണുമ്പോൾ അറിയാതെ പോക്കറ്റ് തടവി നോക്കുന്ന ഓരോ സാധാരണക്കാരന്റെയും ജീവിതമാണിത്. ഒരു കുടുംബത്തിന് അതിജീവനത്തിന് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ തുക മാസം 16,000 ആണെന്ന് വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ തുക കൊണ്ട് ഒരു കുടുംബത്തിന് എത്രത്തോളം മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നതും ഒരു വലിയ ചോദ്യചിഹ്നമാണ്. ഇന്നത്തെ കാലത്തെ പണപ്പെരുപ്പവും ആവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റവും പരിഗണിക്കുകയാണെങ്കിൽ ഭക്ഷണത്തിനും വെള്ളത്തിനും വൈദ്യുതിക്കും വേണ്ടി തന്നെ ഈ തുകയുടെ വലിയൊരു ഭാഗം ചെലവായി പോകും. ഒരുപക്ഷെ ഒരു പുതിയ ഷർട്ട് വാങ്ങാൻ രണ്ടാമതൊന്ന് ആലോചിക്കും. ഒരു സിനിമ കാണാൻ വർഷത്തിൽ ഒരിക്കൽ മാത്രം പോകും. ഇതൊരു സാങ്കല്പിക കഥയല്ല, മറിച്ച് നമ്മുടെ ചുറ്റും ജീവിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതമാണ്. ഒരു മാന്യമായ മധ്യവർഗ ജീവിതം നയിക്കാൻ മാസം 24,000 മുതൽ 30,000 രൂപ വരെ വേണം. നഗരങ്ങളിൽ ഈ തുക വാടകയും മറ്റു ചെലവുകളും കാരണം ഇതിലും ഉയരും. ഒരു കുടുംബത്തിന്റെ ജീവിതത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം ഒരു പ്രധാന സാമ്പത്തിക ബാധ്യതയാണ്. സ്കൂൾ ഫീസ്, ട്യൂഷൻ ഫീസ്, പുസ്തകങ്ങൾ, യൂണിഫോം എന്നിവയെല്ലാം സാധാരണക്കാരന്റെ ബഡ്ജറ്റ് താളം തെറ്റിക്കുന്ന ഘടകങ്ങളാണ്. ഇതോടൊപ്പം വൈദ്യുതി ബില്ല്, ടെലിഫോൺ ബില്ല്, യാത്രാ ചെലവുകൾ എന്നിവയും ചേരുമ്പോൾ ഈ തുക പലപ്പോഴും തികയാതെ വരും. ഇന്ന് 25,000-ഓ അതിൽ കൂടുതലോ വരുമാനമുള്ളവർക്ക് മാത്രമാണ് മാന്യമായി ജീവിതം നയിക്കാൻ സാധിക്കുന്നതെന്നാണ് കണക്കുകൾ പറയുന്നത്. നല്ല വീട്, മികച്ച വിദ്യാഭ്യാസം, നല്ല ഭക്ഷണം, കാർ, വിനോദങ്ങൾ എന്നിവയടങ്ങിയ ഒരു ജീവിതത്തിന് പ്രതിമാസം 65,000 മുതൽ 90,000 രൂപ വരെ ചിലവ് വരും. ഈ കണക്കുകൾ ഒരുപക്ഷെ അമിതമായി തോന്നാമെങ്കിലും ഇന്നത്തെ സാഹചര്യത്തിൽ ഇത് യാഥാർത്ഥ്യമാണ്. ഈ തുകയിൽ നിന്ന് നല്ല ഭാഗം ഭാവിയിലേക്കുള്ള നിക്ഷേപങ്ങൾ, ആരോഗ്യ ഇൻഷുറൻസ്, കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം എന്നിവയ്ക്കായി മാറ്റിവെക്കേണ്ടിയും വരും. ഒരു കാർ വാങ്ങുന്നതും പരിപാലിക്കുന്നതും ഇടയ്ക്കിടെയുള്ള യാത്രകളും ഈ ചെലവുകൾ വർദ്ധിപ്പിക്കുന്നു. നല്ല വീടും കാറും യാത്രകളുമെല്ലാം ഒരു സാധാരണക്കാരൻ ഒരു സ്വപ്നം മാത്രമാണ്. ഒരു മധ്യവർഗ കുടുംബത്തിന് പോലും ഇതൊക്കെ ഒരുപാട് കഷ്ടപ്പാടുകൾക്ക് ശേഷം മാത്രം സാധിക്കുന്ന കാര്യങ്ങളാണ്. കേരളത്തിൽ ഒരു സാധാരണ കുടുംബത്തിന്റെ ജീവിതം ഇന്നൊരു ബാലൻസ് ഷീറ്റ് പോലെയാണെന്നാണ് കണക്കാക്കുന്നത്. വരുമാനം ഒരു വശത്ത്, ചെലവുകൾ മറുവശത്ത്. പക്ഷെ ചെലവുകൾക്ക് എന്തൊരു വേഗമാണ്! പലപ്പോഴും വരുമാനത്തെക്കാൾ വേഗത്തിൽ അവ മുന്നോട്ട് പോകും. വൈദ്യുതി ബില്ല്, കുട്ടികളുടെ ഫീസ്, ട്യൂഷൻ ഫീസ്, പിന്നെ പച്ചക്കറികളുടെ, മീനിന്റെ വില എല്ലാം കൂടി ചേരുമ്പോൾ ശരിക്കും തല കറങ്ങും. നമ്മൾ എന്തുകൊണ്ട് ഇപ്പോഴും കഷ്ടപ്പെടുന്നു? വരുമാനം കൂടുന്നുണ്ടെങ്കിലും അതിലും വേഗത്തിൽ ജീവിത ചെലവ് കുതിച്ചുയരുകയാണ്. നമ്മുടെ കഷ്ടപ്പാടുകൾക്ക് പിന്നിലെ പ്രധാന കാരണം ഇതാണ്. ഒരു സാധാരണക്കാരന്റെ വരുമാനം പെട്രോളിന്റെയും അരിയുടെയും വിലക്കയറ്റത്തിനൊപ്പം ഓടിയെത്തുന്നില്ല. ഇത് കടക്കെണിയിലേക്കും മാനസിക സമ്മർദ്ദത്തിലേക്കും നമ്മളെ തള്ളിവിടുമ്പോൾ പലപ്പോഴും ഒരു വഴിമുട്ടലിൽ നിൽക്കുന്നത് പോലെ തോന്നിയേക്കാം. എന്തുകൊണ്ടാണ് ഈ സാഹചര്യം മാറാത്തത്? ഉത്തരം വളരെ ലളിതമല്ല. കാരണം ഇതൊരൊറ്റ കാരണത്താൽ സംഭവിക്കുന്നതല്ല. സമ്പദ് വ്യവസ്ഥയിലെ മാറ്റങ്ങൾ, പണപ്പെരുപ്പം, സർക്കാരിന്റെ നയങ്ങൾ, ആഗോള വിപണിയിലെ വിലയിടിവുകൾ എന്നിവയെല്ലാം ഇതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. നമുക്ക് സർക്കാരിനെ പൂർണ്ണമായും കുറ്റപ്പെടുത്താനും സാധിക്കില്ല. കാരണം ഈ പ്രശ്നങ്ങൾ പലപ്പോഴും ആഗോള കാരണങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എങ്കിലും ആഭ്യന്തര തലത്തിലുള്ള വിലക്കയറ്റം നിയന്ത്രിക്കാനും സാധാരണക്കാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും വരുമാനം കൂട്ടുന്നതിനുള്ള വഴികൾ കണ്ടെത്താനും സർക്കാരിന് സാധിക്കണം. ഈ കണക്കുകൾ ഒരുപക്ഷെ ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ചിന്തിക്കാനും പ്രേരിപ്പിക്കുന്നുണ്ട്. ജീവിത നിലവാരം അനുസരിച്ച് സാമ്പത്തിക ചെലവുകൾ എങ്ങനെ വ്യത്യാസപ്പെടുന്നുവെന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു. ആഗ്രഹിച്ച ജീവിതം നയിക്കാൻ ശരിയായ സാമ്പത്തിക ആസൂത്രണം എത്രത്തോളം പ്രധാനമാണെന്നും ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വരുമാനം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും അനാവശ്യ ചെലവുകൾ എങ്ങനെ ഒഴിവാക്കണമെന്നും നാം പഠിക്കേണ്ടതും അത്യാവശ്യമാണ്. കേരളത്തിലെ ഒരു സാധാരണ കുടുംബത്തിന് ഒരു മാന്യമായ ജീവിതം നയിക്കാൻ ആവശ്യമായ വരുമാനം ഓരോ വ്യക്തിയുടെയും സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. ഇതൊരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല, മറിച്ച് നമ്മുടെ സമൂഹത്തിന്റെ പൊതുവായ പ്രശ്നമാണ്. അതിനാൽ ഇതിനെ മറികടക്കാൻ വ്യക്തിപരമായ തലത്തിലും സാമൂഹിക തലത്തിലും ശ്രമങ്ങൾ ആവശ്യമാണ്. ഓരോ മാസവും എത്ര പണം വരുന്നു, എവിടേക്കാണ് പോകുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കുക. ഇത് അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാനും സഹായിക്കും. വരുമാനത്തിന്റെ ഒരു ഭാഗം നിർബന്ധമായും ഭാവിയിലേക്ക് മാറ്റിവെക്കുക. ആരോഗ്യ ഇൻഷുറൻസ്, കുട്ടികളുടെ വിദ്യാഭ്യാസം എന്നിവയ്ക്കായി പ്രത്യേക നിക്ഷേപങ്ങൾ നടത്തണം.
ഒരു വരുമാനമാർഗം മാത്രം ആശ്രയിക്കാതെ അധിക വരുമാനത്തിലേക്കുള്ള വഴികളും കണ്ടെത്തുക. ഭക്ഷ്യവസ്തുക്കളുടെയും പെട്രോളിന്റെ വില നിയന്ത്രിക്കാൻ സർക്കാർ ഫലപ്രദമായ നടപടികൾ എടുക്കണം. വരുമാനം കൂട്ടാൻ കഴിയുന്ന കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കേണ്ടതും അത്യാവശ്യമാണ്. സാധാരണക്കാർക്ക് സാമ്പത്തിക ആസൂത്രണത്തെക്കുറിച്ചും നിക്ഷേപങ്ങളെക്കുറിച്ചും അവബോധം നൽകണം. ഈ കണക്കുകൾ ഒരുപക്ഷെ എല്ലാവർക്കും ബാധകമായിരിക്കില്ല, പക്ഷേ ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ചിന്തിക്കാൻ ഈ കണക്കുകൾ പ്രേരിപ്പിക്കുന്നുണ്ട്. ജീവിത നിലവാരം അനുസരിച്ച് സാമ്പത്തിക ചെലവുകൾ എങ്ങനെ വ്യത്യാസപ്പെടുന്നുവെന്നും ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു. ആഗ്രഹിച്ച ജീവിതം നയിക്കാൻ ശരിയായ സാമ്പത്തിക ആസൂത്രണം എത്രത്തോളം പ്രധാനമാണെന്നും ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ ചർച്ചകൾ ഒരു യൂട്യൂബ് വീഡിയോയിൽ ഒതുങ്ങാതെ ഓരോ വീട്ടിലെയും കുടുംബ ബഡ്ജറ്റിലെ പ്രതിഫലിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതേസമയം കേരളത്തിലെ ജനങ്ങളുടെ സാധാരണ ജീവിത രീതിക്ക് സവിശേഷമായ പല ഘടകങ്ങളുമുണ്ട്. കാർഷിക പശ്ചാത്തലത്തിൽ നിന്ന് ഉടലെടുത്ത ഈ ജീവിതശൈലി ആധുനികതയുടെ കടന്നുവരവോടെ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും ചില അടിസ്ഥാന സ്വഭാവങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പണ്ടുകാലങ്ങളിൽ കൂട്ടുകുടുംബ വ്യവസ്ഥിതി സാധാരണമായിരുന്നു. ഇന്ന് അണുകുടുംബങ്ങളിലേക്ക് മാറിയെങ്കിലും കുടുംബ ബന്ധങ്ങൾക്ക് ഇപ്പോഴും വലിയ പ്രാധാന്യമുണ്ട്. വിവാഹങ്ങളും ഉത്സവങ്ങളും കുടുംബാംഗങ്ങളെ ഒരുമിപ്പിക്കുന്നു. മാത്രമല്ല, ഭക്ഷണ രീതിയിൽ അരിക്ക് വലിയ സ്ഥാനമുണ്ട്. പുട്ട്, അപ്പം, ഇടിയപ്പം തുടങ്ങിയ പ്രാതൽ വിഭവങ്ങൾ മുതൽ ഉച്ചഭക്ഷണത്തിന് ചോറ് വരെ മലയാളികളുടെ തീന്മേശയിൽ പ്രധാനമാണ്. തേങ്ങയും കറിവേപ്പിലയും മിക്ക വിഭവങ്ങളിലും ഉപയോഗിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന വലിയൊരു സമൂഹം ഉള്ളതിനാൽ കേരളീയ ജീവിതം ഇന്ന് ആഗോള സംസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും കേരളീയർ ഉയർന്ന പ്രാധാന്യം നൽകുന്നുണ്ട്. സാക്ഷരതാ നിരക്ക് കൂടുതലായതിനാൽ ലോകത്തിലെ പല സംഭവ വികാസങ്ങളെക്കുറിച്ചും അവർക്ക് നല്ല ധാരണയുമുണ്ട്. കൂടാതെ ഉയർന്ന ആരോഗ്യ ബോധവും ഇവിടെ കാണാം. സാമ്പത്തികമായി കച്ചവടവും കൃഷിയും കൂടാതെ വിദേശത്തു നിന്നുള്ള വരുമാനം കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ വലിയ തോതിൽ സ്വാധീനിക്കുന്നു. രാഷ്ട്രീയപരമായ വിഷയങ്ങളിൽ സജീവമായി ഇടപെടുന്നവരാണ് കേരളീയർ. ഓരോ വിഷയത്തെക്കുറിച്ചും വ്യക്തമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ അവർക്ക് മടിയില്ല. മൊത്തത്തിൽ കുടുംബ ബന്ധങ്ങൾക്കും വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും പ്രാധാന്യം നൽകുന്നതും അതേസമയം ആധുനികതയും ആഗോള പ്രവണതകളെയും സ്വാംശവൽക്കരിക്കുന്നതുമായ ഒരു സമ്മിശ്ര ജീവിത രീതിയാണ് കേരളത്തിലെ ജനങ്ങൾക്കുള്ളത്.